എസ് സജീവൻ, ഇവിടെ ഇവിടെ ഹരിയാനയിലും സി എൻ ശ്രീകുമാർ പറഞ്ഞതുപോലെ വലിയ കോൺഫിഡൻസിൽ കോൺഗ്രസ് അധികാരം ഉറപ്പിച്ചാണ്. പക്ഷേ വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ എന്തായിരുന്നു ഫലമെന്ന് നമുക്കെല്ലാം അറിയാം. പക്ഷേ ഇവിടെ അങ്ങനെ സംഭവിക്കില്ലെന്നും ഇവിടെ ഇവിടെ ഭരണവിരുദ്ധ വികാരമുണ്ടെന്നും ഇവിടെ അധികാരത്തിലേക്ക് എത്തുമെന്നും കോൺഗ്രസ് അവർ പല ഘടകങ്ങൾ പറഞ്ഞുകൊണ്ട് കോൺഫിഡൻസോടെ വിശ്വസിക്കുന്ന അവരുടെ വിശ്വാസം അവരെ രക്ഷിക്കട്ടെ. സി എസ് സജീവ്, പക്ഷേ ഈ ചർച്ചകൾ ഇപ്പോൾ തുടങ്ങിയതല്ല. ഈ ചർച്ചകൾ ഭരണം കിട്ടിയാൽ ആര് മുഖ്യമന്ത്രിയാകുമെന്ന് തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ, സ്ഥാനാർത്ഥി നിർണ്ണയത്തിനൊക്കെ ഒരുപാട് മുന്നേ തന്നെ അന്തരീക്ഷത്തിൽ കേൾക്കുന്ന ചർച്ചകളാണ്. ഒരു ഘട്ടത്തിൽ പി ജെ കുര്യൻ രമേശ് ചെന്നിത്തലയുടെ പേരടക്കം പറഞ്ഞ് നമ്മൾ കേട്ടതല്ലേ. കെ സുധാകരൻ രമേശ് ചെന്നിത്തലയുടെ പേര് നമ്മൾ കേട്ടതാണ്. ആ സമയമായപ്പോഴും ആ ചർച്ചയ്ക്ക് സീലിട്ടു, ആദ്യഘട്ടത്തിൽ സീലിട്ടു. അത് കഴിഞ്ഞ് വോട്ടെണ്ണൽ കഴിഞ്ഞ് തൊട്ടു പിന്നാലെ വീണ്ടും തുടങ്ങുകയാണ്. അതുകൊണ്ട് ഇത് പെട്ടെന്ന് ഏതോ മേഖലയിൽ നിന്ന് പൊട്ടി വിടർന്നു എന്നതാണോ കാണേണ്ടത്, അതോ വോട്ടെണ്ണിക്കഴിഞ്ഞ് കോൺഗ്രസ് അധികാരത്തിലേക്ക് വരികയാണെങ്കിൽ ഉണ്ടാവാൻ പോകുന്ന വലിയ കലാപത്തിന്റെ കർട്ടൻ റൈസർ എന്ന നിലയ്ക്കാണോ ഇതിനെ ശ്രീ സജീവൻ? ഒരിക്കലുമില്ല. കാരണം ഇത് പൊട്ടിവിടർന്ന കാര്യമേ അല്ല. ഈ സംഭവത്തിൽ വരുന്നത് നമുക്കറിയാം. ഇപ്പോൾ ആഷ്മി പറഞ്ഞ പോലെ തെരഞ്ഞെടുപ്പിന് മുമ്പേ ഉണ്ടായിട്ടുള്ള ഒന്ന് മാത്രമല്ല ഇത്. 2021 തീർച്ചയായിട്ടും ഭരണ മാറ്റം ഉണ്ടാകുമെന്ന് വിചാരിച്ചു, പക്ഷെ കിട്ടിയില്ല. ആ സമയത്ത് ഭരണമാറ്റം ഉണ്ടാവാത്ത കൊണ്ട് രമേശ് ചെന്നിത്തല മാറേണ്ട ഒരു ഗതികേടുണ്ടാവുന്നു. വി ഡി സതീശൻ വരുന്നു. അങ്ങനെ വി ഡി സതീശൻ വന്ന സമയത്ത്, ആ വി ഡി സതീശനെ തീരുമാനിക്കുന്ന സമയത്ത് രമേശ് ചെന്നിത്തല പറഞ്ഞ കാര്യം ഹാഷ്മി ഓർക്കുന്നുണ്ടാകും. ഞാൻ ഈ മുഖ്യസ്ഥാനത്തേക്കുള്ള പോരാട്ടത്തിൽ, അതിനുള്ള ഓട്ടത്തിൽ ഞാൻ തീർച്ചയായിട്ടും അതിന് പിന്മാറുന്നില്ല, അതിനുണ്ടാകും എന്ന് അദ്ദേഹം 2021 പറഞ്ഞു. അതായത് ഇപ്പോഴെന്നെ പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനത്ത് നിന്ന് മാറ്റിയെങ്കിൽ പോലും അടുത്ത തവണ മുഖ്യമന്ത്രിയാവാനുള്ള പോരാട്ടത്തിൽ, മുഖ്യമന്ത്രിയാവാനുള്ള മത്സരത്തിൽ ഞാൻ തീർച്ചയായിട്ടും ഉണ്ടാവുമെന്ന് 2021 അദ്ദേഹം പറഞ്ഞു. അപ്പോൾ തന്നെ നമുക്കറിയാം അവിടെ 2 പേര് മത്സര രംഗത്തുണ്ട്. ഇപ്പോൾ മൂന്നാമത്തെ ആളായിട്ട് കെ സി വേണുഗോപാൽ രംഗത്ത് വരുന്നുണ്ട്. അദ്ദേഹത്തെ പ്രകീർത്തിച്ചുകൊണ്ട് അദ്ദേഹമാണ് ഇവിടെ ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിന് പ്രധാന ചുക്കാൻ പിടിച്ചെന്നുള്ള രീതിയിൽ ഈ സുധാകരനെ പോലുള്ള ആളുകൾ പറയുന്നുണ്ട്. അപ്പോൾ ഈ 3 പേര് മാത്രമല്ല, നേരത്തെ 2 പേര് കൂടി രംഗത്തുണ്ടായിരുന്നു. നമുക്കറിയാവുന്ന പോലെ സുധാകരൻ എന്തുകൊണ്ടാണ് MP ആയിരിക്കെ, കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റിയിലെ ക്ഷണിതാവായിരിക്കെ വീണ്ടും ഈ നിയമസഭയിലേക്ക് മത്സരിക്കണമെന്ന് വാശി പിടിച്ചത്? അദ്ദേഹം മത്സരിച്ചില്ലെങ്കിൽ ആ കണ്ണൂർ മണ്ഡലം കിട്ടില്ല എന്നുള്ളതുകൊണ്ടൊന്നുമല്ല. അദ്ദേഹത്തിൻ്റെ താല്പര്യം എന്ന് പറയുന്നത് ആർ ശങ്കറിന് ശേഷം അടുത്ത മുഖ്യമന്ത്രി, ഈഴവ മുഖ്യമന്ത്രിയായിട്ട് താൻ വരണമെന്നുള്ളതായിരുന്നു. ഇതേ താല്പര്യമാണ് അടൂർ പ്രകാശിനും ഉണ്ടായിരുന്നത്. അപ്പോൾ സത്യത്തിൽ അവർ കൂടി ഉണ്ടായിരുന്നുവെങ്കിൽ, അവർ 2 പേർക്കും മത്സരിക്കാനുള്ള അവസരം കിട്ടിയില്ല, അവർ കൂടി മത്സരിക്കുക ആയിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും 5 പേരുടെ പോരാട്ടം ഉണ്ടാകുമായിരുന്നു. പിന്നീട് ഇവിടെ ശ്രീകുമാർ പറഞ്ഞ പോലെ നേതാക്കന്മാർക്ക് ആർക്കും പ്രശ്നമില്ല. ശ്രീകുമാർ മാത്രമല്ല, ഇപ്പോൾ കെ സി വേണുഗോപാലും ഇതിനെക്കുറിച്ച് പറഞ്ഞു. നേതാക്കന്മാർക്ക് ആർക്കും പ്രശ്നമില്ല. ഈ അണികളും പ്രാദേശിക നേതാക്കന്മാരും ഒക്കെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണല്ലോ, നമ്മൾ മാധ്യമപ്രവർത്തകരോ അല്ലെങ്കിൽ രാഷ്ട്രീയ നിരീക്ഷകരോ അതല്ലെങ്കിൽ മറ്റ് ആരെങ്കിലും പ്രതിപക്ഷത്തുള്ള ആളുകളോ ആരുമല്ലല്ലോ ഈ ചർച്ച എടുത്തിട്ടുള്ളത്. ഈ ചർച്ച എടുത്തിട്ടുള്ളത് എറണാകുളം DCC പ്രസിഡന്റ് ആദ്യം ഈ ചർച്ച എടുത്തിട്ട് പിന്നെ മറ്റു ഓരോരുത്തർ ലിജു അത് ഏറ്റുപിടിച്ച് വേറെ രീതിയിൽ പറഞ്ഞു, അവസാനം സുധാകരനിലേക്ക് എത്തി. ഇങ്ങനെ മൊത്തമായിട്ട് ബഹളം ഉണ്ടാക്കിയിട്ടുള്ളത് ഈ കോൺഗ്രസിന്റെ നേതാക്കന്മാരാണ്. കോൺഗ്രസ് നേതാക്കൾ തന്നെ ഇപ്പോൾ ഈ ചർച്ചയിൽ തന്നെ ജിൻഡോ ജോൺ വരാമെന്ന് സംഭവിച്ചതാണ്. ഏറ്റവും ഒടുവിൽ അവർ ഇനി ചർച്ച വേണ്ടാന്ന് കരുതി ആ ചർച്ച അടയ്ക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അവസാനം അരമണിക്കൂർ മുമ്പാണ് ഈ ചർച്ചയ്ക്കില്ല കാര്യം. അങ്ങനെയാണ് കോൺഗ്രസ് തീരുമാനമെന്ന് പറയുന്നത്. ഇപ്പോൾ കെ സി വേണുഗോപാലിനോട് പോയി കെ സുധാകരൻ്റെ കാര്യം ചോദിക്കുന്നുണ്ട്. വേണമെങ്കിൽ കെ സിക്ക് അതിൽ ക്ലാരിറ്റി വരുത്താം, അല്ലെങ്കിൽ ഈ നേതാക്കൾക്കൊക്കെ ഒറ്റ വാക്കിൽ അതിൽ ക്ലാരിറ്റി വരുത്താം. പക്ഷേ ഇങ്ങനെ ആ സൈബർ വാർ അങ്ങനെ മൂക്കട്ടെ എന്ന് നേതാക്കളും ഉള്ളാലെ വിചാരിച്ചു സി എസ് സജി. അതാണ് വാസ്തവം, അതാണ് വസ്തുത. അല്ല, അതുപോലും അല്ല. കാരണം ഇത് അവർ പിന്നെന്താണ്, ഇത് നടക്കുമ്പോൾ അവനെ ഇത് എതിരെ പറഞ്ഞില്ല എന്നുള്ളത് മാത്രമല്ല, ഇതിൻ്റെയൊക്കെ ആർക്ക് വേണ്ടിയാണോ അത് പറഞ്ഞത് അവരുടെ താല്പര്യം ഇതിലുണ്ട്. അവർ നേരിട്ട് ഈ പരസ്യമായിട്ട് പറയുന്നില്ലെങ്കിൽ പോലും അവർ തങ്ങൾ രംഗത്തുണ്ട് എന്ന് പറയുകയാണ്. ഇപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ ഈ കെ സി വേണുഗോപാലിൻ്റെ പേര് ആരൊക്കെ, സുധാകരൻ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുമ്പോഴും എൻ്റെ പേര് നിങ്ങളാരും വിളിച്ച് പറയേണ്ടതില്ല, എനിക്ക് വേണ്ടി ആരും വക്കാലത്ത് പറയേണ്ടതില്ല എന്ന് ശക്തമായിട്ട് കെ സി വേണുഗോപാലിന് പറയാം. ഇതേ കാര്യം രമേശ് ചെന്നിത്തലയ്ക്ക് പറയാം. ഇതേ കാര്യം തന്നെ വി ഡി സതീശന് പറയാം. ഇവരാരും ഇതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. ഇങ്ങനെ പറയുന്നത് മോശമാണെന്ന് പറയുന്നത് കെ മുരളീധരനോ അല്ലെങ്കിൽ കെ സി ജോസഫോ
അല്ലെങ്കിൽ സണ്ണി ജോസഫോ ഇവരൊക്കെയാണല്ലോ പറയുന്നത്. അപ്പോൾ അവർ പറയുന്നതല്ലാതെ ഇതിൽ പ്രധാന കഥാപാത്രമായിട്ട് വരുന്ന ആരെയാണോ പൊക്കിക്കൊണ്ട് വരുന്നത് ആ ആളുകൾ പൂർണ്ണമായിട്ട് നിശബ്ദരായിട്ട് നിൽക്കുകയാണ്. അല്ല അവർ ഞങ്ങളൊന്നും അറിയില്ല എന്ന രൂപത്തിൽ കൈമലർത്തുന്ന രീതിയാണുള്ളത്. സത്യത്തിൽ ഇത് അവരുടെ താല്പര്യം തന്നെയാണ്, അതിലൊരു സംശയമില്ല. ഇങ്ങനെയുള്ള ചർച്ചകൾ നടക്കണമെന്നുള്ള അവരുടെ താല്പര്യം. പിന്നെ ഇത്തരം ചർച്ചകൾ ഉണ്ടാവേണ്ട കാര്യം പോലുമില്ലല്ലോ. ഇപ്പോൾ ശ്രീകുമാരോട് പറഞ്ഞു ഇത് ചർച്ചകളൊക്കെ സ്വാഭാവികമായിട്ടും ഉണ്ടാകും, മുഖ്യമന്ത്രി ആരെന്ന് ചർച്ച ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. തെറ്റുണ്ട്. കോൺഗ്രസിൻ്റെ രീതി അനുസരിച്ചിട്ട് അവിടെ MLA-മാർ ഭൂരിപക്ഷം ആർക്ക് വേണ്ടി അനുകൂലമായിട്ടാണോ പറയുന്നത്, ഇന്നയാളാണ് ഞങ്ങളിൽ മുഖ്യമന്ത്രി ആവേണ്ടത് എന്ന് പറഞ്ഞാൽ ആ ആളെ മുഖ്യമന്ത്രിയാക്കുക എന്നുള്ളതാണല്ലോ അവരുടെ അലിഖിത നിയമം. പക്ഷേ അതല്ല നടക്കുന്നത് നമുക്കറിയാം. ഇതൊക്കെയാണെങ്കിൽ പോലും ആളുകളെ മാറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇപ്പോൾ പക്ഷേ അത് അത്തരത്തിൽ പോലും അങ്ങനെയാണ് എങ്കിൽ ഇനി MLA-മാരാണ് ഇത്തരം കാര്യങ്ങൾ പറയേണ്ടതെങ്കിൽ അവരായിക്കോട്ടെ. അവരാരും ഇതുവരെ തിരഞ്ഞെടുക്കപ്പെടാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ മത്സരരംഗത്തുള്ള ആരും ഇത്തരത്തിൽ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടില്ല. അപ്പോൾ അവരുടെ അഭിപ്രായം വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് ഒരു MLA തൻ്റെ അഭിപ്രായം പരസ്യമായി പറഞ്ഞു എന്ന് പറയാം. ഇതൊന്നുമല്ലാത്ത ആളുകളാണ്. ഇപ്പോൾ സുധാകരൻ മത്സരിക്കുന്നില്ല, ഈ എറണാകുളം DCC പ്രസിഡന്റ് മത്സരിക്കുന്നില്ല. ആദ്യഘട്ടത്തിൽ KC വേണുഗോപാൽ ഗംഭീര മനുഷ്യനാണ് എന്ന മട്ടിൽ മത്സരിച്ച ആളുകൾ പറയുന്നുണ്ട് അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ, മറ്റേ മാധ്യമ ചർച്ചയ്ക്ക് മറുപടി എന്ന മട്ടിൽ. ഞാൻ താമസിയ സജീവൻ പിന്നീട് പറയുന്നുണ്ട് അദ്ദേഹം നല്ല മനുഷ്യനാണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അതും കേവലം ഇപ്പൊ KC വേണുഗോപാൽ നല്ല മനുഷ്യനാണ് എന്ന് പറയുമ്പോൾ മാത്രമല്ലല്ലോ കേരളത്തിൽ നല്ല മനുഷ്യനാണെന്ന് അറിയേണ്ടത്. അദ്ദേഹം നേതാവാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അതും പറയുന്നതിന് പിന്നിൽ ഉദ്ദേശങ്ങൾ കൃത്യമായുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.